ഞാൻ ഡോക്ടർ കൃപ കൃഷ്ണൻ. ആദ്യമായിട്ട് ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ പിതാവായ ദൈവത്തിനും തിരുകുമാരനും അമ്മ മാതാവിനും ഞാൻ നന്ദി പറയുന്നു. ഇവിടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് നന്ദി ഞാൻ ഈ അൾത്താരയിൽ നിൽക്കാൻ സാധിച്ചതിനും ദൈവത്തോട് പറയുന്നു. ഇതെൻ്റെ അമ്മയാണ്. ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി എടുത്തത് 2024 2-ാം മാസത്തിലാണ്. അന്ന് ഉടമ്പടി എടുക്കാൻ വരുമ്പം ഞങ്ങൾക്ക് ഇവിടത്തെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അമ്മയുടെ ഒരു കൂട്ടുകാരി പറഞ്ഞതിൻ്റെ നിമിത്തമായിട്ടാണ് നമ്മളിവിടെ വന്നത്. എൻ്റെ ആദ്യത്തെ ഒരു ആഗ്രഹമെന്ന് പറയുന്നത് എനിക്ക് 7 വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു. ഒരു കുഞ്ഞാവുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ആഗ്രഹം. അന്നേരം ഹോസ്പിറ്റലുകളിലൊക്കെ പോയിട്ടും എനിക്ക് AMH വാല്യൂ കുറവായിരുന്നു. അത് നിമിത്തം എനിക്ക് കുട്ടികളാവാൻ താമസം എടുക്കുമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. വലിയ വലിയ ട്രീറ്റ്മെൻറ്റുകളൊക്കെ പറഞ്ഞെങ്കിലും നമ്മളതൊന്നും ചെയ്തില്ല. പിന്നെ ഇവിടെ വരികയും ഉടമ്പടി എടുത്തു. ഫസ്റ്റ് ഉടമ്പടി എടുത്തു, പുതുക്കാൻ വന്നു. ഫസ്റ്റ് അതേ ഡേറ്റിൽ തന്നെ പുതുക്കാനൊക്കെ വന്നു, ഒന്നും സാധിക്കുന്നില്ല. രണ്ടാമത്തെ പ്രാവശ്യവും വന്നു, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല. അന്നേരം മൂന്നാമത്തെ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പം ഞാൻ ഫുള്ള് ഡെസ്പായിട്ടാണ് വന്നത്. ഒന്നും സാധിക്കുന്നില്ലല്ലോ, എല്ലാവർക്കും എല്ലാം നടത്തി കൊടുക്കുന്നു, പക്ഷേ എനിക്ക് മാത്രം ഒന്നും ഇതാവുന്നില്ല. അങ്ങനെ ഞാൻ ക്ലാസ്സിലിരിക്കുമ്പോൾ എനിക്ക് ക്ലാസ് ഇങ്ങനെ കേൾക്കാനും ഒരു ശ്രദ്ധയൊന്നും തോന്നുന്നില്ല. ഞാനിങ്ങനെ ഒരലസമായിട്ടൊക്കെ ഇരിക്കുകയാണ്. അന്നേരം പുറകിൽ നിന്നൊരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അപ്പുറത്തിരിക്കുന്നവരൊക്കെ പലരും അലക്ഷ്യമായിട്ട് ഇരിക്കുന്നുണ്ട്, പക്ഷേ അവരെ ആരും വിളിച്ചില്ല. ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പേപ്പർ എഴുതി തന്നു. അത് ഒരു സുവിശേഷ വചനമായിരുന്നു. അത് എൻ്റെ കയ്യിൽ അന്നേരം ബൈബിളൊന്നും ഇല്ലാത്തതുകൊണ്ട് നോക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. അതിൻ്റെ ഒരു വരികൾ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഇങ്ങനെ അലസത കൂടാതെ ഇരുന്ന് പ്രാർത്ഥിക്കുമെന്നായിരുന്നു. അന്നേരം എനിക്ക് എന്തോ ഒരു വിഷമം തോന്നി. ഞാനിവിടെ വന്നിട്ട് അതും അന്ന് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസമായിരുന്നു. അന്നൊരു ദിവസം വന്നിട്ട് പോലും ഞാനിങ്ങനെ അലസമായിട്ട് ഇരുന്നല്ലോ എന്നുള്ള ഒരു വിഷമം പോലും എനിക്ക് വന്നു. പിന്നെ ഞാൻ വീട്ടിൽ പോയി. നെക്സ്റ്റ് മന്ത് ഹസ്ബൻഡ് വന്നു. അപ്പോഴത്തേക്ക് എനിക്ക് സന്തോഷമായി. എന്തായാലും തേർഡ് പുതുക്കലും കഴിഞ്ഞല്ലോ, അന്നേരം കുട്ടിയാവുമല്ലോ. അന്നേരം 1 മാസത്തിനകം തന്നെ എനിക്ക് പ്രഗ്നൻ്റ് ആവാൻ കഴിഞ്ഞു. 7 വർഷത്തിന് ശേഷമാണെന്ന് ആലോചിച്ചോണം. അന്നേരം ഒരുപാട് സന്തോഷമുണ്ടായി. ഫസ്റ്റ് നമ്മൾ ഡോക്ടറിനെ കണ്ടു, എല്ലാം ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു ട്വിൻസാണ് എന്ന് പറഞ്ഞു. അന്നേരം സാക്കൊക്കെ വന്നിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. വളരെ ചെറിയ വീക്സിൽ, അതായത് 9 വീക്സിൽ തന്നെ ബ്ലീഡിങ് ആയി. ഹോസ്പിറ്റലിൽ ചെന്നു, അവർ ഇഞ്ചക്ഷനൊക്കെ ചെയ്തു, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിട്ടു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെയും ബ്ലീഡിങ് ആയി. ബ്ലീഡിങ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു ചെറിയ ആഴ്ചയിൽ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ കുട്ടിയെ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അന്നേരം ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ ആണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. 3 പ്രാവശ്യം വന്നിട്ടും ബ്ലീഡിങ് നിൽക്കുന്നില്ല. ആഴ്ച പോകുന്നു വരുന്നു, ബ്ലീഡിങ് നിൽക്കുന്നില്ല. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആയപ്പം ഹസ്ബൻഡിൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞു, ഇനി നമുക്ക് ആ ഹോസ്പിറ്റലിൽ കാണിക്കണ്ട, വേറെ ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന്. അങ്ങനെ ഞാൻ വേറെ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. ഡോക്ടർ മരുന്നൊക്കെ തന്ന് വീട്ടിൽ വിട്ടു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെയും ബ്ലീഡിങ്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ട്വിൻസിലൊരു കുട്ടി അങ്ങ് പോയി. അന്നേരം ഒരാൾ ഉണ്ട്. അന്നേരം ഡോക്ടർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ഇരിക്കുന്ന ഭ്രൂണത്തെക്കാട്ടിൽ വലുതായിട്ട് സബ്കോറിയോണിക് ഹെമറ്റോമ എന്ന് പറയുന്ന കണ്ടീഷനാണ്. ബ്ലഡ് ക്ലോട്ട് അതിനും വലിയ വലുപ്പത്തിലുണ്ട്. കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം പിന്നെ പ്രാർത്ഥിക്കാതെ ആയി. ഞാൻ ഈ മാതാവിനോട് പറഞ്ഞു, ഞാനിനി മാതാവിനെ വിളിക്കില്ല, എനിക്ക് ഈ കുട്ടീനെ കിട്ടാതെ ഞാൻ ഇനി കൃപാസനത്തിൽ വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ അമ്മയുടെ ആ കൂട്ടുകാരിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ പ്രശ്നമായി, അവൾ ഇങ്ങനെയൊക്കെ പറയുന്നു, ഇത്രയും വിഷമമൊക്കെ തന്നിട്ടും മാതാവ് കുട്ടീനെ എടുക്കുമെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായി. ആ ഒരു നിമിഷത്തിൽ ഇവിടെ ആ കൂട്ടുകാരി ഇവിടെ വരാനിടയാവുകയും, ജോസഫച്ചൻ അങ്ങനെ വേറൊരാളുടെ കാര്യം പറയരുതെന്ന് പറയുമല്ലോ, സ്വന്തം ആവശ്യത്തിന് വരണമെന്ന്. പക്ഷേ എൻ്റെ ഫോണിൽ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പ്രാർത്ഥിച്ചപ്പോൾ, അതായത് പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് തന്നെ
എനിക്ക് ഇതിനുള്ള സയൻസ് മാതാവ് തന്നെ, അതായത് മാതാവ് തന്നെയാണ് എനിക്ക് കുട്ടിയെ തരുന്നതെന്നുള്ള ഇതായിട്ട് ഞാനൊരു മെഴുകുതിരിയിൽ കണ്ട ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കാം. അതിനകത്ത് ഒരു ഗ്രാവിഡ് യൂട്രസിനകത്തുനിന്ന് ഒരു കുട്ടി കുമ്പിട്ട് നിൽക്കുന്ന ഒരു മെഴുകുതിരിയിൽ തെളിഞ്ഞു, അപ്പുറത്ത് മാതാവ് കൈവിരിച്ച് നിൽക്കുന്നതും. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്താ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു. പിറ്റേ ദിവസം ഞാൻ നോക്കിയപ്പോൾ ഒരു ഭ്രൂണത്തിൻ്റെ ഫോട്ടോ തെളിഞ്ഞു. അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളും വന്നിട്ട് ഞാൻ എന്താണെന്ന് മനസ്സിലാവാതിരുന്നു. പക്ഷേ ആ പുതുവർഷത്തിൽ ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല എന്നൊരു മെസ്സേജ് എൻ്റെ ഫോണിൽ ഞാൻ ഇൻസ്റ്റ തുറന്നപ്പോൾ കാണാനിടയായി. അന്നേരവും എനിക്ക് എന്താണെന്ന് തോന്നി, അങ്ങനെയാണ് ഞാൻ എൻ്റെ പീരീഡ്സിൻ്റെ ഡേറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ കാർഡിലിട്ട് നോക്കിയപ്പം പോസിറ്റീവ് കാണിച്ചത്. അങ്ങനെയാണ് ഇത്രയും പ്രഗ്നൻസി ജേർണി നടന്നത്. പക്ഷേ ആ ഒരു കാര്യമൊക്കെ ഞാൻ ഓർത്തിട്ട് മാതാവ് ഈ കുട്ടീനെ തരുമെന്ന് എനിക്കൊരു വിശ്വാസമില്ലായിരുന്നു ലാസ്റ്റ് വരെയും. പക്ഷേ എന്തെന്ന് അറിയാം, ഇവിടുന്ന് ജോസഫ് ആ ലേഡിയുടെ കയ്യിൽ ഒരു ലോക്കറ്റ് എനിക്ക് തന്നു വിട്ടു. എന്നിട്ട് പറഞ്ഞു ഇവിടുന്ന് നിങ്ങൾ ഒരു തേനും വാങ്ങിച്ച് ആ കുട്ടിക്ക് കൊടുക്കണമെന്ന്, അത് 2 നേരം ഓരോ തുള്ളി വീതം കഴിക്കണമെന്നും പറഞ്ഞു. അങ്ങനെ ഞാനത് ഫോളോ ചെയ്തു, പ്രാർത്ഥിച്ചു. പിന്നെ ആ ലോക്കറ്റ് ഞാൻ ഡെലിവറി വരെയും ധരിച്ചുകൊണ്ടേയിരുന്നു. ആ ഒരു പോസിറ്റീവ് എനർജി എന്നിലേക്ക് അന്നേരം തൊട്ട് ഉണ്ടായിരുന്നു, നേരത്തെയും ഉണ്ടായിരുന്നു. പക്ഷേ അത് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാനത് തിരിച്ചറിയാൻ വൈകി. പക്ഷേ എൻ്റെ ഒരു കുഴപ്പമില്ലാതെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ എനിക്ക് മാതാവ് ഈശോ എടുത്ത് പറഞ്ഞ് പിതാവായ ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചു തന്നതാണ്. അവൻ്റെ പേര് ആഹൻദാസ് എന്നാണ്. അവനൊരു കുഴപ്പമില്ല, അവൻ ആരോഗ്യവാനായിട്ട് ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഇതെൻ്റെ അമ്മയാണ്. അമ്മയ്ക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അമ്മയും ഉടമ്പടി എടുത്തപ്പം ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് അച്ഛന് പെൻഷൻ മുടങ്ങി കിടക്കുകയായിരുന്നു. 10 വർഷമായിട്ട് പെൻഷൻ കിട്ടാതെ കിടക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അതിനൊരു പോസിറ്റീവായിട്ടൊരു ഇത് വരികയും പെൻഷൻ തുക മൊത്തമായി കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പിന്നെ വലുതും ചെറുതുമായ ഒരുപാട് കാര്യങ്ങൾ മാതാവ് എനിക്ക് നേടി തന്നിട്ടുണ്ട്. കുഞ്ഞിനെ മാതാവ് തന്നെയാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ ഈ കുട്ടി 7 വർഷമായിട്ട് എനിക്ക് ആവാതിരുന്നതാണ്. ഒരു മെഡിക്കൽ സഹായങ്ങളും ഇല്ലാതെ, ഒരു മരുന്ന് പോലും ഞാൻ കഴിക്കാതെയാണ് എനിക്ക് ആയത്. ഒന്ന്. രണ്ടാമത്തത്, ഞാൻ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ എനിക്ക് ഓരോരോ സയൻസ് മാതാവ് കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പോകുന്ന ഹോസ്പിറ്റലുകളിൽ എപ്പം ഞാൻ ചെന്നാലും മറ്റു ബെഡുകളിലൊക്കെ നോക്കുമ്പോൾ ഗ്രീൻ കളറൊക്കെയാണ് അവിടെ വിരികൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഞാൻ എവിടെ ചെന്നാലും അവിടെ ആഷ് കളറായിരിക്കും. ആഷ് കളർ എനിക്ക് മാതാവിൻ്റെ ഒരു സൈനായിട്ട് എപ്പോഴും മാതാവ് കാണിച്ചുകൊണ്ട് ഇരുന്ന ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. നേരത്തെ തന്നെ എനിക്ക് ഈശോയായിട്ടൊരു കണക്ഷൻ ഇവിടെ വരുന്നതിന് തന്നെ മുമ്പേ ഉള്ളതാണ്. എനിക്ക് ഈശോയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇവിടെ വന്നപ്പോൾ അത് ഒന്നുകൂടെ മാതാവ് എന്നെ ഊട്ടി ഉറപ്പിക്കാൻ സഹായിച്ചു. പിന്നെ ഞാൻ ജപമാല ചൊല്ലാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ മുടങ്ങിയാലും ഞാനത് പ്രാർത്ഥിക്കാറ് തന്നെ ഉണ്ട്. പിന്നെ പത്രം വിതരണം ഞാൻ ബസ് സ്റ്റാൻഡുകളിലും പൊതുനിരത്തിലുമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുഡ് ഞാൻ ഉപവാസം എടുക്കുന്ന ദിവസം എൻ്റെ ഫുഡ് ഞാൻ മറ്റുള്ളവർക്ക് ചോറായിട്ട് കൊടുത്തിട്ടുണ്ട്. വൃദ്ധസദനങ്ങളിൽ പൈസ കൊടുക്കാറുണ്ടായിരുന്നു അന്നദാനത്തിന് വേണ്ടി. പിന്നെ ഞാൻ ബൈബിൾ റീഡ് ചെയ്യാറുണ്ട്. ബൈബിൾ ഫുള്ള് വായിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ പകുതി വെച്ചിപ്പം കുട്ടിയൊക്കെ ആയതുകൊണ്ട് തിരക്കായതുകൊണ്ട് അത് മുടങ്ങിയിരിക്കുന്നു. ഡെയിലി ബ്രെഡ് കാണാറുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ്റെ ധ്യാനം ചൊവ്വാഴ്ചത്തെ അന്നെന്നുള്ളത് എനിക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാനത് എപ്പോഴേലുമൊക്കെ ആയിട്ട് കണ്ടു തീർക്കാറുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ ഫസ്റ്റ് ഉടമ്പടി എടുത്ത ആ ദിവസം വീട്ടിൽ ചെന്നപ്പം എനിക്ക് ഫീൽ ചെയ്ത ഒരു പ്ലസൻ്റായിട്ടുള്ള ഒരു സ്മെല്ല് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കൂടുതലും കളേഴ്സാണ് മാതാവിൻ്റെ. അതുപോലെ തന്നെ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പം, ഈ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ചെല്ലുമ്പം എപ്പോൾ നോക്കിയാലും ഈ സിസ്റ്റർമാർ വരുന്നവരുടെയൊക്കെ കയ്യിൽ ഒന്നെങ്കിൽ മാതാവിൻ്റെ മോതിരം, അല്ലെങ്കിൽ മാതാവിൻ്റെ ഫോട്ടോ ഉള്ള ബ്രേസ്ലെറ്റ്, അല്ലെങ്കിൽ അവരുടെ കഴുത്തിൽ മാലയുടെ മാതാവിൻ്റെ ലോക്കറ്റ്, അങ്ങനെയൊക്കെ കുറേ സാന്നിധ്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ വന്നിങ്ങനെ സാക്ഷ്യം പറയാൻ പറ്റിയതിൽ ഒരിക്കൽ കൂടി അമ്മ മാതാവിനും ഈശോയ്ക്കും പിതാവായ ദൈവത്തിനും നന്ദി പറയുന്നു. ഇനിയും മുന്നോട്ട് ഈ ആത്മീയ ജീവിതം കൊണ്ടു നടക്കാൻ എനിക്ക് കഴിയണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ? നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിൻ്റെ അടുത്ത് തിരിച്ചു വരും, അപ്പോൾ സാറായ്ക്ക് ഒരു മകനുണ്ടായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 13-14 ദൈവത്തിന് അസാധ്യങ്ങളില്ല. സമയവും സാഹചര്യങ്ങളും മനുഷ്യപരിധികളും ദൈവത്തെ തടയുന്നില്ല. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ സാറായുടെ കാര്യമാണ് ആ വചനത്തിൽ നാം കേട്ടത്. നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ ഉടമ്പടിയും വിശ്വാസത്തിൻ്റെ ഒരു വലിയ അടയാളമാണ്. ഒരു ആത്മീയ ബന്ധമാണ് ദൈവവുമായിട്ട് നാം നടത്തുന്നത്. ദൈവം വാഗ്ദാനം ചെയ്തത് പൂർത്തിയാക്കുന്ന ഒരു ദൈവമാണ് എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. ഉടമ്പടിയിൽ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ലൂക്കായുടെ സുവിശേഷം 1-37 പറയുന്നത് പോലെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. കാനായിലെ വിവാഹ വിരുന്നിൽ ആ കുടുംബത്തിൻ്റെ ആവശ്യം കണ്ടാണ് പരിശുദ്ധ അമ്മ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ് ഈശോയുടെ അരികിലേക്ക് പോയത്. അപ്പോൾ പിന്നീട് വന്ന് അമ്മ പറഞ്ഞത് അവൻ പറയുന്നത് ചെയ്യുക എന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ അവൻ പറയുന്നത് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലും കൂടുതൽ അനുഗ്രഹങ്ങൾ ഈശോയ്ക്കും അമ്മയ്ക്കും വർഷിക്കാനുള്ള ഒരു വഴി തുറക്കുകയാണ് നമ്മളും. അങ്ങനെയാണ് ഉടമ്പടി വിശ്വാസത്തോടെ ദൈവത്തോട് ചേരുമ്പോൾ നമ്മുടെ ഓരോ കാര്യങ്ങളും ദൈവം നടത്തി തരികയാണ്. ഡോക്ടർ കൃപാകൃഷ്ണൻ നമ്മളോട് ഷെയർ ചെയ്തത് ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു വലിയ അനുഭവമാണ്. കാരണം കഴിഞ്ഞ 7 വർഷത്തോളം കുട്ടികളില്ലാതെ പല ഹോസ്പിറ്റലിലും പോയി. ഡോക്ടർ ഒരു നല്ല ആയുർവേദ ഡോക്ടറാണ്. എന്നിട്ടും പല ട്രീറ്റ്മെൻറ്റ് നോക്കിയെങ്കിലും അതൊന്നും ഫലമില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴും ഈശോയുടെ അമ്മയുടെ അരികിലേക്ക് കണ്ണീരോടെ വരികയായിരുന്നു. അമ്മയും മകളും വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് 3-ാം പുതുക്കലിൽ ആ പുതുക്കൽ വന്നപ്പം തന്നെ വളരെ വിഷമിച്ചാണ് വന്നത്. 2 പ്രാവശ്യം പുതുക്കി. 3-ാം പുതുക്കൽ വന്നപ്പോൾ ആകെ നിരാശപ്പെട്ട് കണ്ണീരോടെ വന്നിരുന്നപ്പോൾ അവിടെയും ദൈവ സാന്നിധ്യമാണ്. ഏതോ ഒരു വ്യക്തിയിൽ തോളിൽ തട്ടി ഒരു വചനം കൊടുക്കുകയായിരുന്നു. പിന്നീട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ വ്യക്തി അവിടെ ഇല്ലായിരുന്നു. അവിടെയും ദൈവത്തിൻ്റെ ഒരു വലിയ സാന്നിധ്യമാണ്. നമ്മൾ നിരാശപ്പെടുന്ന നിമിഷങ്ങളിൽ കണ്ണീരോടെ കരയുമ്പോൾ ആരുമില്ല എൻ്റെ കൂടെ, ഞാൻ ഒറ്റയ്ക്കാണല്ലോ അമ്മ എന്ന് പറയുമ്പോൾ അമ്മ പല രൂപത്തിൽ പല രീതിയിലാണ് അമ്മയുടെ സാന്നിധ്യം നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെയാണ് ഈ മകൾക്കൊരു വചനം കൊടുക്കുകയും ആ വചനത്തിൽ പിന്നീട് പെട്ടെന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു ഉണർവാണ് നൽകിയത്. പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു ഉണർവ് നൽകി ഈ മകളെ തിരിച്ചുവിടുകയായിരുന്നു. പിന്നെ 3-ാം പുതുക്കൽ കഴിഞ്ഞ് 1 മാസത്തിനുള്ളിലാണ് ഈ മകൾ കൺസീവ് ആണെന്നുള്ള ഒരു ഗുഡ് ന്യൂസ് കിട്ടിയത്. അവിടെ ഈശോയുടെയും അമ്മയുടെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഈ മകൾ കണക്കാക്കിയത്. കാരണം ആ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചപ്പോഴാണ് മകൾ പ്രാർത്ഥിച്ച ആ മെഴുകുതിരിയിൽ ഭ്രൂണത്തിൻ്റെ ഒരു നല്ലൊരു ഷേപ്പിൽ അമ്മ മാതാവ് ഒരു സൈൻ കൊടുത്തിരുന്നു. അതുകൊണ്ട് ഈ മകൾ വിശ്വസിച്ചു പൂർണ്ണമായിട്ടും ഇത് പരിശുദ്ധ അമ്മയും ഈശോയും നൽകിയ ഉടമ്പടിയിൽ നിയോഗം വെച്ച പ്രാർത്ഥനയുടെ ഫലമാണെന്ന് ഈ മകൾക്ക് മനസ്സിലായത്. പിന്നീടാണ് കഠിനമായിട്ട് ബ്ലീഡിങ് വരികയും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഈ മകളെ കിട്ടാനുള്ള ട്വിൻസായിരുന്നു. ഈ മകനെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവായപ്പോൾ വീണ്ടും നിരാശപ്പെട്ട് പ്രാർത്ഥിച്ചു. പിന്നീടാണ് അടുത്തുള്ള ഒരു സഹോദരി ഇവിടെ വരികയും ജോസഫ് അച്ഛനെ കാണുകയും ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചു കാശുരൂപം കൊടുക്കുകയും ഇങ്ങനെ സാധാരണ അച്ഛൻ ചെയ്യാറില്ല, പക്ഷേ ഈ മകൾക്ക് വേണ്ടി ഡോക്ടർ കൃപാകൃഷ്ണന് വേണ്ടി അച്ഛൻ അങ്ങനെ ചെയ്തു എന്നാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അച്ഛൻ പ്രാർത്ഥിക്കുകയും ഒരു ലോക്കറ്റ് കൊടുക്കുകയും ഈ മകളോട് ആ സഹോദരിയോട് പറഞ്ഞത് ഉടമ്പടി തേൻ മേടിച്ച് മകൾക്ക് കൊടുക്കുവാനാണ് പറഞ്ഞത്. അത് ആ മകളുടെ കയ്യിലെത്തുകയും ആ നിമിഷം മുതൽ ബ്ലീഡിങ് സ്റ്റോപ്പാവുകയുമാണ് ചെയ്തത്. അവിടെയും ഈശോയുടെയും അമ്മയുടെ ഒരു വലിയ അനുഗ്രഹമാണ് നാം കാണുന്നത്. ബഹുമാനപ്പെട്ട ജോസഫ് അഞ്ചിൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി നമുക്കറിയാം, പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജോസഫ് അച്ഛന് അതിനുള്ള ഒരു വലിയ അനുഗ്രഹമാണ്. 2 പ്രാവശ്യം ജോസഫ് അച്ഛന് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നേരിട്ട് കണ്ട വ്യക്തിയാണ്. ആ അച്ഛനാണ് അച്ഛൻ്റെ ആത്മീയ ജീവിതത്തിൽ 40 വർഷത്തെ പൗരോഹിത്യ ജീവിതവും ഒരു വലിയ ആസ്തിയുള്ള ആത്മീയ ജീവിതത്തിൻ്റെ ഒരു വലിയ ആസ്തിയുള്ള ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ. ആ ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി ഈ വ്യക്തി വന്നിട്ടില്ല, ആൾ വന്നിട്ടില്ല, ആളുടെ ഫോട്ടോയേ ഉള്ളൂ. ആ ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മകൾക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിക്കുകയും അങ്ങനെയാണ് ഈ കുഞ്ഞു മകന് അഹന് ജന്മം നൽകുകയും ചെയ്തത്. അതും ഈശോയുടെ വലിയ ഒരു അനുഗ്രഹമായിട്ടാണ്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നുള്ള ഒരു വലിയ ഒരു സാക്ഷ്യപ്പെടുത്തലാണിത്. പിന്നീട് ഈ മകൾ പറഞ്ഞത് 7 വർഷം കിട്ടാതിരുന്ന ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്നാണ്. ഇതാണ് സമയചുരുക്കം. സമയചുരുക്കത്തിൻ്റെ അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. സമയഘടികാരം നെഞ്ചിൽ ചാർത്തി
പരിശുദ്ധ അമ്മ ഈ പള്ളിയിൽ ഈ സന്നിധിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ നമ്മളോട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് സമയത്തിൻ്റെ മേലെ ഒരു അധികാരമുണ്ട്. അങ്ങനെ ആ സമയത്തിന് മേലെ അധികാരമുള്ള കൃപാസനം അമ്മയുടെ പ്രാചീന ഫലമായിട്ട് 7 വർഷം സാധിക്കാത്ത കാര്യമാണ് ഇവിടെ ജീവിതത്തിൽ ഈശോയും അമ്മയെ നടത്തി കൊടുത്തത് ഉടമ്പടിയിലൂടെ. പിന്നീട് മാതാവിൻ്റെ സാന്നിധ്യം പല പ്രാവശ്യവും ഓരോ പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അമ്മ നമ്മുടെ കൂടെയുണ്ടെന്ന് ഈ മകൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. കാരണം മറ്റു റൂമുകളെല്ലാം ഗ്രീൻ ആണെങ്കിൽ ഈ മകൾ എൻ്റർ ചെയ്യുന്ന റൂമിൽ ആഷ് കളർ, ഗ്രേ കളറിന് ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും എവിടെയൊക്കെ പോകുമ്പോഴും അമ്മയുടെ സാന്നിധ്യം ഈ മകളുടെ കൂടെ ഉണ്ടായിരുന്നത് മകൾ തീർച്ചപ്പെടുത്തുകയാണ്. കാരണം അമ്മ കൈവിടാത്ത ഒരമ്മയാണ്, നമ്മുടെ കൂടെയുള്ള ഒരമ്മയാണ്, നമ്മെ സംരക്ഷിക്കുന്ന അമ്മയാണ്. ആ അമ്മയുടെ സംരക്ഷണവും കരുതലുമാണ് ഡോക്ടർ കൃപാകൃഷ്ണൻ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. നമ്മുടെ ജീവിതത്തിലും ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ, കൂടുതൽ വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. കൃപാസന മരിയൻ ഉടമ്പടിയിൽ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ അനുഗ്രഹം ഉറപ്പാണെന്ന് നമുക്ക് വിശ്വസിക്കാം. ഡോക്ടർ കൃപാകൃഷ്ണൻ തന്നെയുമല്ല, അച്ഛൻ്റെ കാര്യവും പെൻഷൻ്റെ കാര്യവും പറഞ്ഞത് അവിടെയും യേശുവിടെ അമ്മയുടെ ഒരു വലിയ ഇടപെടലാണുള്ളത്. പലരും പറയാറുണ്ട്, എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്, എനിക്ക് കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷേ ഇവിടെ ഡോക്ടർ കൃപാകൃഷ്ണൻ ഈ കുഞ്ഞു ഭാവയും പിടിച്ചുകൊണ്ടാണ് മറ്റ് കാരുണ്യ പ്രവർത്തികൾ ചെയ്തത്. നമുക്ക് ഈശോയ്ക്ക് ചെയ്യാവുന്ന ഒരു കാര്യം കാരുണ്യ പ്രവർത്തികളും ഈശോയെ മഹത്വപ്പെടുത്തുകയുമാണ്. അതും ഡോക്ടർ ചെയ്യുവാനായിട്ട് മറന്നില്ല. ഈശോയെ അമ്മയെ മഹത്വപ്പെടുത്തുവാനും മറ്റു കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാനും ഈശോയ്ക്ക് നന്ദി പറയാനുമായിട്ടാണ് പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതവും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. ഡോക്ടർ കൃപാകൃഷ്ണന് കുടുംബത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.